സൗദിയിൽ നിയമലംഘനം നടത്തിയിട്ടുള്ള ഒരാളെ സഹായിച്ചിട്ടുണ്ടെങ്കിലുള്ള ശിക്ഷ എന്താണെന്ന് അറിയാലോ. ഈ നിയമലംഘനം നടത്തിയ ആൾക്ക് താമസ സൗകര്യമോ യാത്രാ സൗകര്യമോ ജോലിയോ ഒക്കെ നൽകിയിട്ടുണ്ടെങ്കിൽ 15 വർഷം ജയിൽ ശിക്ഷയും 10 ലക്ഷം റിയാൽ പിഴയുമാണ് ശിക്ഷയായിട്ട് വരുന്നത്. ഇപ്പോൾ കഴിഞ്ഞ ആഴ്ച നിയമലംഘനം നടത്തിയ 22,000-ഓളം ആളുകളെയാണ് അധികൃതർ പിടികൂടിയിട്ടുള്ളത്. ഈ നിയമലംഘനം നടത്തിയ സഹായിച്ച ആളുകളെയും പിടികൂടിയിട്ടുണ്ട്. ഇതിൽ 12,000-ഓളം ആളുകളെ നാട് കടത്തുകയും ചെയ്തിട്ടുണ്ട്. അനധികൃതമായിട്ട് ബോർഡർ കടക്കാൻ ശ്രമിക്കുക, തൊഴിൽ നിയമലംഘനം നടത്തുക, കുടിയേറ്റ താമസ നിയമലംഘനമൊക്കെ നടത്തിയ ആളുകളാണ് ഇതിൽ കൂടുതൽ ആളുകളുള്ളത്. റിയാദ്, മക്ക, കിഴക്കൻ പ്രവിശ്യ മേഖലകളിൽ ഇത്തരത്തിലുള്ള നിയമലംഘനങ്ങൾ കാണുകയാണ്. ശ്രദ്ധയിൽപ്പെടുകയാണെങ്കിൽ 911 എന്ന നമ്പറിലും മറ്റ് മേഖലയിലുള്ള ആളുകൾ ഇത്തരം നിയമലംഘനങ്ങൾ ശ്രദ്ധയിൽപ്പെട്ടിട്ടുണ്ടെങ്കിൽ 999 അല്ലെങ്കിൽ 996 എന്ന നമ്പറിലും കോൺടാക്ട് ചെയ്തിട്ട് അറിയിക്കാൻ വേണ്ടിയിട്ട് അതോറിറ്റി ഇപ്പോൾ പറയുന്നുണ്ട്. അതേസമയം തന്നെ രാജ്യത്ത് പഴുതടച്ചുള്ള മയക്കുമരുന്ന് വേട്ടയും തുടരുകയാണ്. കഴിഞ്ഞ ഒരാഴ്ച മാത്രം 1600-ഓളം കള്ളക്കടത്ത് വസ്തുക്കളാണ് കസ്റ്റംസ് പിടികൂടിയിട്ടുള്ളത്. ഈ കള്ളക്കടത്ത് വസ്തുക്കളിൽ ഒളിപ്പിച്ച രീതിയിലായിരുന്നു മയക്കുമരുന്ന് കടത്താൻ വേണ്ടിയിട്ട് ശ്രമിച്ചിട്ടുണ്ടായിരുന്നത്. അതുകൊണ്ട് തന്നെ രാജ്യത്തിന്റെ പല മേഖലയിലും നിരീക്ഷണം ശക്തമാക്കിയിട്ടുണ്ട്. ഇത്തരം കാര്യങ്ങൾ ശ്രദ്ധയിൽപ്പെടുകയാണെങ്കിൽ 1910 എന്ന ഹോട്ട്ലൈൻ നമ്പറിൽ വിളിച്ച് അറിയിക്കാൻ കൂടി വേണ്ടിയിട്ട് അതോറിറ്റി അഭ്യർത്ഥിക്കുന്നുണ്ട്.